തൃത്താല കപ്പൂരിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാവുകയാണ്. എറവക്കാട് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് ഒച്ചുകളെ വ്യാപകമായി കണ്ടെത്തിയിട്ടുള്ളത്. ഒച്ചുകൾ സമീപത്തെ വീടുകളിലേക്കും പൊതുപാതകളിലേക്കും കൂട്ടത്തോടെ ഇഴഞ്ഞു കയറുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വേനൽ മാറി മഴ പെയ്യാൻ തുടങ്ങിയതോടെയാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വർദ്ധിക്കുന്നത്. തൃത്താല കപ്പൂർ പഞ്ചായത്തിലെ എറവക്കാട് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിൽ നിന്നാണ് ഒച്ചുകൾ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും എത്തുന്നത്. സന്ധ്യ കഴിയുന്നതോടെയാണ് ഇവ കൂട്ടമായി പുറത്തിറങ്ങുന്നത്. പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇവ വ്യാപകമായി വിളകൾ നശിപ്പിക്കുന്നുണ്ട്. വാഴ, മഞ്ഞൾ, ചേമ്പ് തുടങ്ങിയ കൃഷികളെയാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. തെങ്ങിൻ തടങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. കൃഷിയിടങ്ങൾക്ക് പുറമെ വീടുകളുടെ മുറ്റം, ചുമരുകൾ, വരാന്തകൾ എന്നിവിടങ്ങളിലും ഒച്ചുകൾ താവളമുറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈർപ്പമുള്ള ജൈവാവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞ സൂര്യപ്രകാശം കടക്കാത്ത ഇടങ്ങളിലുമാണ് ഇവ പെരുകുന്നത്. ആഫ്രിക്കൻ ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രാദേശികമായി മിത്രജീവികൾ ഇല്ലാത്തതാണ് ഇവ ഇത്രയധികം പെരുകാൻ കാരണമെന്ന് കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളമായി പ്രദേശത്ത് ഒച്ചുകളെ കണ്ടുവരുന്നുവെങ്കിലും ഇപ്പോഴാണ് സ്ഥിതി ഇത്രയും രൂക്ഷമായത്. ഒച്ചുകളെ നശിപ്പിക്കാനായി ഓരോ ദിവസവും 4-5 പാക്കറ്റ് ഉപ്പാണ് വീട്ടുകാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ഇവയുടെ എണ്ണം കൂടി വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ രാത്രി നേരം വെളിച്ചാൽ 5 മണി വരെ ഭയങ്കര വീടിൻ്റെ ഇതിലൊക്കെ കംപ്ലീറ്റ് മെറ്റൽ വരത്തിയ പോലെ നോക്കും. അപ്പോൾ ഞങ്ങളിത് എന്താണെന്ന് നോക്കും, ഈ ഒച്ചുകളാണ്. അങ്ങനെ ആദ്യം കുറച്ചൊക്കെ ആയിരുന്നു, പിന്നെ കൂടുതലായി. അപ്പോൾ ഞങ്ങൾ ഉപ്പ് പിടിച്ച് അടുത്തുള്ള ആൾക്കാരെല്ലാവരും വിളിച്ച് രാത്രി ഒരു 9 മണി മുതൽ ഞങ്ങളൊരു 11 മണി വരെ ഉപ്പിടും. നേരം വിളിച്ചായാൽ ഇത് കംപ്ലീറ്റ് ചത്തിട്ട് വെള്ളമായിട്ട് ഒലിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പറക്കി ഒരു ഭാഗത്ത് കൊണ്ട് കൂട്ടും, പിറ്റേ ദിവസം വേറെ സ്ഥലത്തും ഭയങ്കരമായ ഗന്ധൽ വരിക. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും റോട്ടിലും എല്ലായിടത്തും ഇത് ഒച്ചുണ്ട്, കാണാറുണ്ട്. വീടുകളിലേക്ക് പോലും ഒച്ചുകൾ വ്യാപകമായി കയറാൻ തുടങ്ങിയതോടെ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട്. പഞ്ചായത്ത് അധികൃതർ, ആരോഗ്യവകുപ്പ്, കൃഷിവകുപ്പ് എന്നിവർ സംയുക്തമായി അടിയന്തരമായി ഇടപെട്ട് ഒച്ചുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാനും ശാശ്വത പരിഹാരം കാണാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് 18 തൃത്താല.